അഭിവന്ദ്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വേറെ പിരിഞ്ഞ പ്രിയപ്പെട്ട തോമസ് പതിക്കൽ അച്ഛനെ കുറിച്ചുള്ളൊരു അനുസ്മരണമാണ് നമ്മൾ ഈ സമയത്ത് നടത്തുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. തലശ്ശേരി അതിരൂപതാംഗമായ ബഹുമാനപ്പെട്ട തോമസ് പതിക്കൽ അച്ഛൻ 2026 ജൂലൈ മാസം 21 രാവിലെ 6:30 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രോഗാവസ്ഥയിലായിരുന്ന അച്ഛൻ 2026 മെയ് മാസം 9 കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിലേക്ക് വിശ്രമത്തിനായി എത്തിയത്. കരുവഞ്ചാൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവെയാണ് അച്ഛൻ്റെ വിയോഗം സംഭവിക്കുന്നത്. ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി ആദ്യമായി കരങ്ങളിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധനായ പുരോഹിതനാണ് നിത്യജീവന്റെ അപ്പമായി തീർന്നവന്റെ പക്കലേക്ക് യാത്രയായത്. പാലാരൂപതയിലെ കൊഴുവനാൽ ഇടവകയിൽ പരേതരായ പതിക്കൽ ജോൺ അന്നമ്മ ദമ്പതികളുടെ മകനായി 1953 ഏപ്രിൽ 16 അച്ഛൻ ജനിക്കുന്നത്. പരേതരായ എലിസബത്ത്, സെബാസ്റ്റ്യൻ, മറിയം, ജോസഫ്, അന്നമ്മ, ത്രേസ്യാമ പള്ളിപ്പുറത്ത്, ജോൺ ആന്റണി എന്നിവരാണ് അച്ഛൻ്റെ സഹോദരങ്ങൾ. അന്നമ്മ, ത്രേസ്യാമ പള്ളിപ്പുറത്തും ജോൺ ആന്റണി എന്നീ 3 സഹോദരങ്ങളാണ് ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ സഹോദരങ്ങൾ. തലശ്ശേരി അതിരൂപതയിലെ കിളിയന്തറ ഇടവകയിലാണ് അച്ഛൻ്റെ മാതാപിതാക്കൾ കുടിയേറ്റക്കാരായി എത്തിയത്. കിളിയന്തറയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 968 വൈദിക പരിശീലനത്തിനായി തലശ്ശേരി സെന്റ് ജോസഫ്സ് മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചു. ആലുവ സെന്റ് ജോസഫ്സ് പൊന്റിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി 978 മാർച്ച് 14 കിളിയന്തറ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് അഭിവന്ദ്യമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. പേരാവൂർ സെന്റ് ജോസഫ്സ് ഫൊറോന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി 978 മാർച്ച് 30 ബഹുമാനപ്പെട്ട പതിക്കലച്ചൻ തന്റെ അജപാലന ശുശ്രൂഷ ആരംഭിച്ചു. കൂരാച്ചുണ്ട്, ചെമ്പന്തൊട്ടി ഇടവകളിലും അച്ഛൻ അസ്തന്തിയായി സേവനം ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി രൂപതയിലെ ഊരകം ഇടവകയിൽ വികാരിയായി 981 മെയ് 5 മുതൽ 84 മെയ് 12 വരെ ശുശ്രൂഷ ചെയ്തു. തുടർന്ന് നമ്മുടെ അതിരൂപതയിൽ കൊട്ടോടി, പൊന്മല, ചെടിക്കുളം, പെരുമ്പുന്ന, മാട്ടറ, വിളക്കണ്ണൂർ, നെടുമ്പുറഞ്ചാൽ, ഓടന്തോട് എന്നീ ഇടവകകളിലും വികാരിയായി അച്ഛൻ സേവനം ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്യാൻസർ രോഗബാധിതനായിരുന്ന അച്ഛൻ 2026 മെയ് 9 ഓടന്തോട് ഇടവകയിൽ നിന്ന് തന്റെ അജപാലന ശുശ്രൂഷകൾ പൂർത്തിയാക്കി കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിലെത്തിയത്. തലശ്ശേരി അതിരൂപതയുടെ വളർച്ചയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഊർജ്ജസ്വലനായ അജപാലകനായിരുന്നു ബഹുമാനപ്പെട്ട പതിക്കലച്ചൻ. ചെടിക്കുളത്തെ ദേവാലയവും വൈദിക മന്ദിരവും അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. പെരുമ്പുന്നപ്പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴാണ് ഇപ്പോഴുള്ള പള്ളിയുടെയും സെമിത്തേരിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അച്ഛൻ പൂർത്തിയാക്കിയത്. മാട്ടറയിലെ ദേവാലയത്തിന് നവീകരണ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ നേതൃത്വം നൽകി. വിളക്കണ്ണൂർ ഈ ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴാണ് ഇവിടുത്തെ സ്കൂൾ കെട്ടിടത്തിൻ്റെയും സൺഡേ സ്കൂൾ കെട്ടിടത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഞ്ചഗ്രന്ഥം ഒരു ആമുഖം എന്ന പേരിൽ ഒരു പുസ്തകവും അച്ഛൻ രചിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി ആദ്യമായി കൈകളിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച പുരോഹിതനായിരുന്നു ബഹുമാനപ്പെട്ട പതിക്കലച്ചൻ. വിളക്കണ്ണൂരിൽ അച്ഛൻ വികാരിയായി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ ദിവ്യകാരുണ്യ അടയാളം സംഭവിച്ചത്. 2013 നവംബർ 13 അച്ഛൻ പ്രഭാതത്തിൽ ഈ ദേവാലയത്തിൽ ഈ അൾത്താരിയിൽ അർപ്പിച്ച ദിവ്യബലിയിലാണ് തിരുവോസ്തിയിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖം തെളിഞ്ഞ സംഭവമുണ്ടായത്. ഓരോ വിശുദ്ധ കുർബാനയിലും എടുത്തുയർത്തപ്പെടുന്ന ഓസ്തി നമ്മുടെ കർത്താവിൻ്റെ ശരീരമാണെന്ന സത്യത്തെ ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മുമ്പിൽ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുവാൻ ഈശോ തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചനെയായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ വൈദികരിൽ ഒരാളെന്ന് പതിക്കലച്ചനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അഭിഷിക്ത കരങ്ങളെ
നിർമ്മലമായി കാത്തുകൊള്ളണമേ എന്ന പുരോഹിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാറുണ്ട്. പതികലച്ചൻ്റെ നിർമ്മലമായ അഭിഷിക്ത കരങ്ങൾക്കാണ് തിരുമുഖം പതിഞ്ഞ തിരുവോസ്തിയെ ആദ്യമായി സ്പർശിക്കാനായത്. ആഴമായ ആത്മീയതയുടെ മനുഷ്യനായിരുന്നു പതിക്കലച്ചൻ. പുറമേ കാണുന്ന ആഴവും പരപ്പുമല്ല അച്ഛൻ്റെ ജീവിതത്തിനെന്ന് നമ്മൾ മനസ്സിലാക്കി. ദിവ്യകാരുണ്യ അടയാള സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോഴും ഈശോയുടെ സ്നേഹമോർത്ത് കണ്ണു നിറയുന്ന അച്ഛനെയാണ് നമ്മൾ കണ്ടത്. രോഗപീഠകൾ കീഴടക്കിയപ്പോഴും സന്തോഷത്തോടെ ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ച് അച്ഛൻ വാചാലനായിരുന്നു. വിശുദ്ധ കുർബാന ആഴത്തിൽ സ്നേഹിച്ച വിശുദ്ധനായ പതിക്കലച്ചൻ്റെ ജീവിതം നമ്മുടെ അതിരൂപതയ്ക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി. വൈദികരോട് ആഴമായ സൗഹൃദം പുലർത്തിയ വ്യക്തിയായിരുന്നു അച്ഛൻ. ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസാന്നിധ്യം കൊണ്ട് സവിശേഷമായി അനുഗ്രഹിക്കപ്പെട്ട ഈ വിളക്കണ്ണൂരിൻ്റെ മണ്ണിലാണ് അച്ഛൻ്റെ അന്ത്യവിശ്രമം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന ഈശോയുടെ വാഗ്ദാനം നമുക്ക് ഓർമ്മിക്കാം. പ്രിയപ്പെട്ട പതിക്കലച്ച, അങ്ങയുടെ വിശുദ്ധമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. പറുദീസയുടെ വാതിൽക്കൽ നിത്യപുരോഹിതനായ ഈശോ കരം പിടിച്ച് അങ്ങയെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. അങ്ങയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ.